സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അല്ലെങ്കിൽ മത്സരത്തിന് ശേഷം മത്സരത്തിന്റെ വിജയം കാത്തിരിക്കുന്നത് പോലെയാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ കാത്തിരിക്കുന്നത്. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഒരു മണ്ഡലത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്രയധികം പ്രവർത്തകർ ഇങ്ങനെ വന്ന് കൊച്ചി മണ്ഡലത്തിൽ കണ്ടില്ലേ, പൊടികളടക്കമായിട്ടാണ് അവർ എത്തി നിൽക്കുന്നത്. എന്തായാലും റോഡ് ഷോയ്ക്ക് വേണ്ടി പ്രവർത്തകർ സജ്ജമായി. പക്ഷേ സ്ഥാനാർത്ഥി ഇതുവരെയായിട്ടും ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടില്ല. ആരാകും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ഇവർക്കും തീരുമാനമായിട്ടില്ല. മുഹമ്മദ് ഷിയാസോ ദീപ്തി മേരി വർഗീസോ ആര് തന്നെയായാലും അവരെ കൊണ്ടുപോകാൻ വേണ്ടി റോഡ് ഷോയ്ക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും സ്ഥാനാർത്ഥി? ആരായിരിക്കും? അത് പാർട്ടി തീരുമാനിക്കും. എങ്ങനെയാണ് പാർട്ടി തീരുമാനിക്കും. എന്തായിരിക്കും ഇതിങ്ങനെ വൈകണ കാര്യം? എന്താ ഇവിടെ ഷിയാസിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണല്ലേ? ഷിയാസ് എന്നാൽ ഇവിടെ 10,000-ൽ കൂടുതൽ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ UDF സ്ഥാനാർത്ഥി ഷിയാസ് വന്നാൽ ഷിയാസിനെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ എത്തിയിരിക്കുന്ന ആളുകളാണ്. എന്തായാലും ആ രീതിയിൽ വലിയ തോതിൽ മുമ്പ് ഇവിടെ ഒരു വാഹനം ഉൾപ്പെടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. LED വാഹനമായിരുന്നു. അതിനകത്ത് വരെ ഷിയാസിന്റെ ചിത്രമായിരുന്നു. എന്തായാലും പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നവരിൽ ഭൂരിഭാഗവും മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്നാണ്. ഷിയാസ് തന്നെ ആയിരിക്കും ഇവിടെ ഏറ്റവും ഉചിതം എന്നുള്ളതാണ് ഇരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും അഭിപ്രായം. എന്തായാലും പ്രധാനമായിട്ടും ഇപ്പൊ ദീപ്തി മേരി വർഗീസിന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ്? ആരാവും സ്ഥാനാർത്ഥി? ഷിയാസാണ്. എന്തായാലും ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരിൽ ഭൂരിഭാഗവും ആവശ്യപ്പെടുന്നത് മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്ന ഒരു ആവശ്യമാണ്. എന്തായാലും ഇതേ കണ്ടില്ലേ, കൊടികളും ഒക്കെ ആയിട്ട് പ്രവർത്തകർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആരായിരിക്കും സ്ഥാനാർത്ഥി ഇവിടെ? ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് മുഹമ്മദ് ഷിയാസിനെ തന്നെയാണ്. അദ്ദേഹം തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയെ വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും. അല്പം മുമ്പ് ഈ ദീപ്തി മേരി വർഗീസ് ഇവിടെ വന്നു പോയല്ലോ. എന്തായാലും ഫൈനൽ ചർച്ച ഇപ്പോൾ അവസാനിക്കും. അതൊരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങൾ പറയുന്നത് മുഹമ്മദ് ഷിയാസ്. സാധാരണഗതിയിൽ നമ്മൾ ഈ മത്സരം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്നത്, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനെ മണ്ഡലത്തിൽ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഔദ്യോഗികമായിട്ട് ഇപ്പൊ പ്രഖ്യാപനം ഉണ്ടാകും. ഉണ്ടായതിനു ശേഷം ഞങ്ങൾ എല്ലാവരും ആവേശത്തിലാണ്. ഏത് സ്ഥാനാർത്ഥിയാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളുടെ മനസ്സിനോട് ഇപ്പൊ ഞങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത് മുഹമ്മദ് ഷിയാസിനെയാണ്. അദ്ദേഹം വരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹം തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥി. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ 100 കഴിയും. വിജയ ശതമാനം കൂടുതൽ ഷിയാസിനാണ്. ഷിയാസ് വന്നാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല, നേരെ കുറച്ച് ദീപ്തി ആണെങ്കിലും മറ്റു പ്രശ്നങ്ങളൊന്നും പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കും. ആരാണെങ്കിലും ദീപ്തി ആണെങ്കിലും സ്വീകരിക്കും. എന്തായാലും പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ സജ്ജമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു റോഡ് ഷോയുമായിട്ട് ഇവർ ഇവിടെ നിന്ന് ആ സ്ഥാനാർത്ഥിയെ ഈ പ്രദേശത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി അവരിങ്ങനെ സജ്ജമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹൈക്കമാൻഡ് ഈ ഒരു പ്രഖ്യാപനം വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ ഇരിക്കുന്ന പ്രവർത്തകർ അക്ഷമരായിട്ട് കാത്തിരിക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. മണിക്കൂറുകളായി. ഏകദേശം ഒരു എത്ര മണിയായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നത്? സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചിട്ടേ പോകുള്ളൂ. പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഒന്നും ഇങ്ങോട്ട് വന്നാൽ മതി. സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് തന്നെയാണ്. ആരും മാറ്റില്ല. ഇവിടെ കുറച്ചധികം പ്രവർത്തകർ എന്തായാലും മുഹമ്മദ് ഷിയാസ് ആണ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലാതെ പറയുകയാണ്. ഷിയാസ് വരണം എന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷേ നേരെ മറിച്ച് മറ്റൊരാളാണ് എങ്കിൽ പോലും അവർ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു മണ്ഡലത്തിൽ ഇതാദ്യമായിട്ടായിരിക്കാം ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രവർത്തകർ ഇങ്ങനെ റോഡ് ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് ആ ഒരു പ്രഖ്യാപനം വന്നാൽ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ കയറ്റാൻ വേണ്ടി വാഹനം വരെ സജ്ജമാക്കിക്കൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ മണിക്കൂറുകളായി കാത്തുകെട്ടിയിരിക്കുന്നത്.